പോൾ ഓഫ് പോളിന്റെ ആഴമേറിയ വിശകലനമാണ് ഇന്നത്തെ ഒരു പകലും ഒരു രാത്രിയും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. നമ്മൾ കണക്കുകളുടെ അടിയൊഴുക്കുകളിലേക്ക് പോകുന്നു. ഏതൊക്കെ മണ്ഡലങ്ങളാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇത്തവണ ഇന്ത്യ മുന്നണിക്കൊരു വലിയ പ്രതിസന്ധിയായി തീർന്നത്? അതേസമയം BJPക്കും NDAയ്ക്കും ആത്മവിശ്വാസം നൽകിയതെന്താണ്? എങ്ങനെയാണ് ഹിന്ദി ഹൃദയ ഭൂമിക്കൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിലേക്കും BJPയും NDAയും കടന്നു കയറിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പ്രത്യേകിച്ച് കർണാടക എന്തുകൊണ്ട് കുലുങ്ങിയില്ല? ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടിയുടെ സഹായത്തോടു കൂടി എങ്ങനെയാണ് തെക്കേ ഇന്ത്യയിലെ അവരുടെ ഫിനിഷ് ഓഫ് നടത്തിയിരിക്കുന്നത്? ഒപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, കിഴക്കൻ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ മാറ്റം? ഇതൊക്കെ ആഴത്തിൽ പ്രേക്ഷകർക്ക് നൽകുന്നതിനോടൊപ്പം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും കണക്ട് സാധ്യതകളും പറയും. കേരളത്തിൽ താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എക്സാക്ട് ആകുമോ എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചോദ്യം. 295 എന്ന കണക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. ഇന്നലെ ഇന്ത്യ മുന്നണി ഖാർഗെയുടെ വീട്ടിൽ വസതിയിൽ യോഗം ചേർന്നല്ലോ. ആ യോഗത്തിൽ സ്റ്റാലിനും മമതയും ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കളും തന്നെ പങ്കെടുത്തിരുന്നു. കേജ്രിവാളിന് പകരം മറ്റൊരു നേതാവാണ് പങ്കെടുത്തത്. പക്ഷേ ഈ യോഗത്തിൽ ഇവർ 295 എന്ന കണക്കിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി തള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിറ്റ് ആകും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. 295 സുജയ ഉണ്ണി ബാലകൃഷ്ണൻ 295 എന്ന കണക്കാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ആവർത്തിക്കുന്നു. ജയറാം രമേശ് ഒരിക്കൽ കൂടി പറയുന്നു 295 തന്നെയാണ്. 700 കിട്ടിയാൽ പോലും ഈ എക്സിറ്റ് പോളിൽ ഭയക്കേണ്ടതില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പരിഹാസം. ഉണ്ണി ബാലകൃഷ്ണൻ അതെ ഇന്നിപ്പോൾ സോമനാഥ് ഭാരതിയ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തലമുണ്ടനം ചെയ്യുമെന്നാണ്. 7 സീറ്റുകളും BJPക്ക് ഡൽഹിയിൽ ലഭിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അതേപോലെ തന്നെ DK ശിവകുമാറിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ എക്സിറ്റ് പോളിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. 2-3 സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും കർണാടകത്തിൽ കോൺഗ്രസിന് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ DK ശിവകുമാർ പറയുന്നത് ഡബിൾ ഡിജിറ്റിലേക്ക് പോകും, വലിയ നേട്ടം കർണാടകയിൽ ഉണ്ടാക്കുമെന്നാണ്. എന്തായാലും അവകാശവാദങ്ങളൊക്കെ ഇരുപക്ഷവും ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷം ഇപ്പോഴും പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ കോൺഫിഡൻസിലാണ്. ഏതായാലും എക്സാക്ട് പോളെന്ന് പറയുന്ന അറിയാൻ 4-ാം തീയതി ഏതാണ്ട് 2 മണിവരെയെങ്കിലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഇത്രയും വലിയൊരു സ്വീപ്പ് ഈ നിമിഷവും പ്രതീക്ഷിക്കുന്നില്ല. NDAയ്ക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി ഒരു വലിയ സ്വീപ്പ് ഉണ്ടാകുമെന്നും ആണ് എല്ലാ പ്രവചനങ്ങളും പറയുന്നത്. അതായത് ദൈനിക് ഭാസ്കർ ഒഴിച്ച് ബാക്കി എല്ലാവരും എബവ് 350 ആണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിലൊരു വലിയ സ്വീപ്പ് ഉണ്ടാകും ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും രാവിലെ 11 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് യോഗം ചേരുന്നത്. അതെ, ഉച്ചയ്ക്ക് 1 മണിക്ക് രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കാണുന്നുണ്ട്. അതായത് യോഗങ്ങളിലൂടെ അടുത്ത ഒരു പ്ലാൻ B സെറ്റ് ചെയ്യണം. വിധി മറിച്ചാവുകയാണെങ്കിൽ അതിനാണോ അതോ ഈ ഓരോ കേന്ദ്രങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കൃത്യമായി എല്ലാവരും ഉണ്ടാകണമെന്ന് അഖിലേഷ് യാദവ് 31-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യോഗത്തിലേക്കാണോ പോകുന്നത്? നോക്കാം, നമുക്ക് ശരത്തിനോട് ചോദിക്കാം. ഓക്കെ, അതിനു മുമ്പ് ആന്റോ നോക്കൂ, ഈ 295 എന്ന നമ്പർ കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു എക്സിറ്റ് പോളും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു DB ലൈവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഇന്റർനെറ്റ് ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും ഇന്ത്യ മുന്നണിക്ക് കനത്ത പരാജയമാണ് പ്രവചിക്കുന്നതെന്ന് മാത്രമല്ല 400 തൊടുന്ന 2 എക്സിറ്റ് പോൾ ഫലങ്ങളുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകരാതെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമാണ്. ഇനി ഈ വർഷം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 295 അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലും ഇന്നും ജയറാം രമേശ് 295 നമ്പറിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയല്ലേ അതിന്റെ സ്ട്രാറ്റജി? ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ആയിരുന്നു സാധാരണ നല്ല ഒരു പ്രചരണം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചത്. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 401ലേക്ക് എത്തിയിട്ടുള്ളത്. കോൺഗ്രസ് പറയുന്നത് എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ എക്സിറ്റ് ആവും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. കാരണം അവരവരുടെ ആത്മവിശ്വാസം കളയാൻ ഒരിക്കലും തയ്യാർ. DK ശിവകുമാർ അതാണ് പറയുന്നത്, അഖിലേഷ് യാദവ് അതാണ് പറയുന്നത്, കേജ്രിവാൾ അതാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കേജ്രിവാളിനെ അപേക്ഷിച്ചോളം കേജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് പോവുകയാണെന്ന്. അപ്പം അതൊക്കെ വളരെയധികം ബാധിക്കുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരതിന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഇപ്പോൾ കോൺഗ്രസ്.